ശക്തവും ആഴമേറിയതുമായ ഒരു പ്രാർത്ഥന തീർച്ചയായും ദൈവത്തിൻ്റെ ഉത്തരം ലഭിക്കും. മതത്തിലും ശാസ്ത്രത്തിൻ്റെ പ്രയോഗത്തിലൂടെ ആത്മീയ സാധ്യതകളിലുള്ള നിങ്ങളുടെ അനിശ്ചിതമായ വിശ്വാസം അതിൻ്റെ ഏറ്റവും ഉയർന്ന പൂർത്തീകരണത്തിൻ്റെ സാക്ഷാത്കാരമായും മാറും. ദൈവം പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന സ്നേഹമാണ്. എല്ലാ സൃഷ്ടികളും വ്യാപിച്ചിരിക്കുന്ന ജീവന്റെയും ശക്തിയുടെയും സമുദ്രം. പ്രാർത്ഥനയുടെ ശാസ്ത്രീയ രീതികളിലൂടെ നമുക്ക് ആനന്ദശക്തിയുമായി സ്വയം ഇണങ്ങിച്ചേരാനും ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സുഖം നൽകുവാനും കഴിയും. ചില ആളുകൾ പ്രാർത്ഥനയെ അവ്യക്തവും ഫലപ്രദവുമല്ലാത്ത ഒരു ആഗ്രഹാഭിലാഷ വ്യായാമമായി കണക്കാക്കുന്നു. സാധാരണ മനുഷ്യൻ കടുത്ത പ്രതിസന്ധിയിലും മറ്റു എല്ലാ മാർഗങ്ങളും പരാജയപ്പെട്ടപ്പോഴും മാത്രമേ പ്രാർത്ഥനയെ ആശ്രയിക്കുകയുള്ളൂ. എന്നാൽ പരമഹംസ യോഗാനന്ദൻ പഠിപ്പിച്ചത് യഥാർത്ഥ പ്രാർത്ഥന ശാസ്ത്രീയമാണെന്നും എല്ലാ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്ന കൃത്യമായ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ഐക്യത്തോടെ ജീവിക്കുന്നതിന് ദൈനംദിനത് ആവശ്യമാണെന്നും നമ്മുടെ ഭൗതിക ശരീരങ്ങളും നാം ജീവിക്കുന്ന ഭൗതിക ലോകവും അദൃശ്യമായ ഊർജ മാതൃകകളുടെ ഘനീഭവിക്കലുമാണ് അദ്ദേഹം വിശദീകരിക്കുന്നു. ആ ഊർജത്തിൻ്റെ ദ്രവ്യത്തിൻ്റെയും എല്ലാ പ്രകടനത്തെയും നിയന്ത്രിക്കുന്ന ചിന്തയുടെ സൂക്ഷ്മമായ ബ്ലൂ പ്രിന്റുകളുടെ ഏറ്റവും സൂക്ഷ്മമായ കമ്പനങ്ങളുടെ ഒരു പ്രകടനമാണ്. സൃഷ്ടി മുഴുവൻ ദൈവം ആദ്യം ചിന്തയുടെയും ആശയത്തിൻ്റെയും രൂപത്തിൽ സൃഷ്ടിക്കുന്നു.